പ്രമുഖ എഴുത്തുകാരനും സാമ്പത്തിക വിദഗ്ധനും മാതൃഭൂമി ദിനപത്രത്തിന്റെ PROയുമായ ശ്രീ PA വാസുദേവനാണ് ഗുഡ് മോർണിംഗ് ACVയുടെ ഇന്നത്തെ അതിഥി. ഗുഡ് മോർണിംഗ് ACV സാർ. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 35 വർഷമായി സാർ പാലക്കാടുണ്ട്. അതെ. സാറിന്റെ പാലക്കാട്ടിലെ വരവും അതിനു മുന്നും എല്ലാം ഒന്ന് പറയാമോ? പാലക്കാട്ടേക്ക് ഞാൻ 72-ലാണ് വരുന്നത്. അത് വളരെ ആകസ്മികമായിട്ടൊരു വരവാണ്. നമ്മൾ ജോലിയുടെ ഭാഗമായിട്ട് വരികയാണ്. ആലോചിച്ചും വിക്ടോറിയ കോളേജ് ഒരു വലിയ പേരാണ്. പാലക്കാടായി ഞാൻ അധികം വന്നിട്ടുമില്ല. അപ്പം ഞാൻ പാലക്കാട്ടേക്ക് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നു. ഇവിടുത്തെ ചൂടൊന്നും എനിക്ക് ആദ്യം പിടിച്ചിരുന്നില്ല. ഇതൊരു വല്ലാത്തൊരു ഭൂഭാഗമാണ്. ഇതിനൊരു മിക്സ് കൾച്ചറാണല്ലോ, ഒരു വലിയ കോക്ടെയിൽ കൾച്ചറുള്ള സ്ഥലമാണ്. വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. ശരി, പോയിക്കളയാന്ന് വിചാരിച്ചു. അപ്പൊ എനിക്കന്ന് ക്ലെയിമൊക്കെ ഉണ്ട്, സീനിയർ ആയതുകൊണ്ട് എഴുതി കൊടുത്തപ്പോൾ എന്തായാലും സാർ പറഞ്ഞു, നീ പോകാൻ പാടില്ല, ഇവിടെ ഇരുന്ന നല്ല സ്ഥലമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ അങ്ങോട്ട് തൊട്ടുക. പിന്നെ തോന്നി ഇവിടെ തരക്കിടില്ല, ഇവിടെ പൊതുവെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു ഉണർവൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ ഒരു ചെറിയ സ്ഥലമായതുകൊണ്ട് ആളുകൾ തമ്മിലുള്ള അടുപ്പം കൂടുതൽ, ഇഴയടുപ്പം വളരെ കൂടുതലാണ്. കുറച്ച് എഴുത്തുകാരായ അന്ന് എഴുത്തിലും കുറച്ച് നല്ല താല്പര്യമുണ്ടായത് എഴുത്തുകാരായ സുഹൃത്തുക്കൾ. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത്, പ്രധാനമായിട്ട് ഓർക്കുന്നത് അന്ന് ഇവിടെ എന്തായാലും മുണ്ടൂർ കൃഷ്ണൻകുട്ടി, ശത്രുഘ്നൻ, കാളിദാസ് പുതുവന, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ. നാടകം ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റും. പഠിപ്പിക്കാനും നല്ല സ്കോപ്പുണ്ട്. ഒരു പാലക്കാടിന്റെ പ്രകൃതി എന്നെ വളരെയധികം ആകർഷിച്ചിരുന്നു. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇവിടെ വരുമ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നത് വിജയന്റെ ഖസാക്കിലെ ഓർമ്മകളായിട്ടാണ് ഞാൻ വരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, വിജയനൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ഇവിടുത്തെ മൂവ്മെന്റുമായിട്ട് അങ്ങ് പലതരത്തിലുള്ള മൂവ്മെന്റിലും ധാരാളം അങ്ങ് ഇടപെടുകയും ഇവിടെ സാമാന്യ ആൾക്കാരെ സ്വീകരിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ അപ്പൊ എനിക്കിവിടെ താമസമാക്കുന്നത് ഇഷ്ടമാണെന്ന് തോന്നി അവിടത്തെക്കാളും. സാറിന്റെ പല ലേഖനങ്ങളും വായിച്ചതിൽ ഗാന്ധിസത്തിന്റെ സ്വാധീനം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് യാദൃച്ഛികമായി വരുന്നതാണോ അതോ? എൻ്റെ ആദ്യകാലത്ത് ഞാനൊരു ഗാന്ധിയൻ ട്രഡീഷനിൽ ജീവിച്ച ഒരാളാണ്. കാരണം എൻ്റെ ആ കാലത്ത് മലബാർ പ്രദേശത്ത് ഗാന്ധിയൻ മൂവ്മെന്റ് വളരെ ശക്തിയായിരുന്നു. 50-കൾ ഗാന്ധിയൻ ഗ്രാമീണ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ. എൻ്റെ അച്ഛൻ സ്വാതന്ത്ര്യ സമരത്തിലായതുകൊണ്ടും ഖദർദാരിയാണ്. അദ്ദേഹം ഒരു സ്ട്രിക്റ്റായിട്ടുള്ള ഗാന്ധിയനാണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നല്ല, വീടും കുടുംബമൊക്കെ നോക്കി നടക്കുന്ന ആളല്ല. പക്ഷെ ഒരു തത്വചിന്ത അതിലുണ്ട്. പിന്നെ അദ്ദേഹം സോഷ്യലിസ്റ്റ് മൂവ്മെന്റിലേക്കാണ് പിന്നീട് പോയത്. കേളപ്പജിയുടെ ഒരു വലിയ സുഹൃത്ത്. അങ്ങനെയാണ് അദ്ദേഹം എന്നെ ഗാന്ധിഗ്രാമിലേക്ക് അയക്കാൻ ഇടയായത്. ഇവിടെയൊക്കെ കോളേജ് ഉണ്ടായിരുന്നു, പക്ഷെ ഗാന്ധിഗ്രാമിലേക്കാണ് വിട്ടത്. അവിടെ പോയി പഠിച്ചു കഴിയുമ്പോൾ ഡോക്ടർ ജി രാമേന്ദ്രനെ പോലുള്ള വലിയ ആൾക്കാർ. പക്ഷെ അതെന്നിലൊരു വലിയ ബുദ്ധിപരമായ ഒരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അറിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഈ മനുഷ്യന്റെ ഒരു വലുപ്പം, ഒരു മനുഷ്യന് ഉണ്ടാകാവുന്ന ഉയരത്തിന്റെ ഏറ്റവും വലിയ ഉയരമാണ് ഈ മനുഷ്യനെന്നൊരു തോന്നല്. അപ്പൊ അദ്ദേഹത്തിനുള്ള പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വായിക്കുകയൊക്കെ ചെയ്യും. അന്ന് എനിക്ക് മാർക്സിസമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇക്കണോമിക്സിലേക്ക് വന്നപ്പോൾ മാർക്സിസ്റ്റ് തിയറി പഠിക്കണമല്ലോ നമ്മള്. അപ്പൊ ആലോചിച്ചു, ഞാൻ എന്തിനാ ഈ യാന്ത്രികമായിട്ട് മാർക്സിസം പറയണേ, എന്തിനാ യാന്ത്രികമായിട്ട് ഗാന്ധിസം പറയുന്നത്? ഇത് രണ്ടും തമ്മിൽ ചേരാത്തൊരു സ്ഥലമൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണ് കുറെ ലോഹ്യ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മെറ്റാ എക്കണോമിക്സ്, എത്തിക്കൽ എക്കണോമിക്സ്, ഇതിലേക്ക് ഇങ്ങനെ പഠിച്ച് വന്നപ്പോൾ ഇന്ത്യയുടെ പല പ്രശ്നങ്ങൾക്കും ഉത്തരം നമുക്ക് ഏതാണ്ടൊക്കെ ഇതിൽ കണ്ടെത്താൻ സാധിക്കുമെന്ന് എനിക്കൊരു തോന്നൽ ഇങ്ങനെ ഉണ്ടായി. ആഗോളവൽക്കരണത്തിന് മൂന്നാം ലോക രാജ്യത്തെ ബദൽ തേടുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. ഇതിനെ എങ്ങനെ ഗുണകരമാക്കാമെന്ന്? ഇതൊരു വലിയ പ്രയോഗമാണ് ഈ ആഗോളവൽക്കരണം പറയാൻ. പക്ഷെ അതിന്റെ അനുഭവത്തിൽ അത് ചെറുതാണ്. അത് നമ്മൾ ഈ ഏത് സാധനത്തെയും നമ്മൾ ലളിതവൽക്കരിക്കാൻ പഠിച്ചാൽ മതി. അപ്പൊ പ്രശ്നം അത്ര വലുതല്ല. ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ ആഗോളവൽക്കരണം, ഫിനാൻസ്, ക്യാപിറ്റലിസം, ഇങ്ങനെ നമുക്ക് തിയറി പറഞ്ഞുകൊണ്ട് ആളെ ബുദ്ധിമുട്ടിക്കാം. പക്ഷെ വളരെ പ്രസിദ്ധമായ ഒരു കാര്യമുണ്ട്. നിങ്ങൾ അമേരിക്കയെ സൈദ്ധാന്തികമായിട്ട് ആക്രമിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ വീട്ടുമുറ്റത്തും നിങ്ങളുടെ അടുക്കളയിലും വരുന്ന ഒരു അമേരിക്ക ഉണ്ട്. ഈ അമേരിക്ക നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ മാർക്കറ്റ്, വിപണി കയറി ലോകം കൈയടക്കുന്നു എന്ന് പറഞ്ഞു. ഈ കൈയടക്കുന്നു എന്ന് പറയുന്നവൻ ആരാന്നറിയാമോ? അവനെ അവിടെ പോയിട്ട് ഇതൊക്കെ ചെയ്തിട്ട് അങ്ങാടിയിലുള്ള മുഴുവൻ മേടിച്ചു കൊണ്ടുവന്നിട്ട് വിപണികൾ കൈയടക്കുന്നു, ഭൂമിത മാഫിയകൾ കൈയടക്കുന്നു, വലിയ വലിയ ഫ്ളാറ്റുകൾ കിട്ടും. നമ്മളിത് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ അകത്ത് ആളായി മാറുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഓടുന്നു. അപ്പൊ നമ്മൾ അതിൽ നമ്മളൊരു ചെറിയ റെസ്ട്രിക്ഷൻ വെക്കാൻ സാധിക്കുകയാണെങ്കിൽ രാജ്യം മുഴുവൻ അങ്ങനെ റെസ്ട്രിക്ഷൻ വെക്കാച്ച പ്രശ്നമില്ല. ഗാന്ധി ഇപ്പോൾ സ്വദേശി വിദേശികൾക്ക് നമ്മൾ ബഹിഷ്കരിച്ചിരിക്കാൻ പറഞ്ഞു. അതോടുകൂടി ബ്രിട്ടീഷുകാരും പേടിച്ചു. അപ്പൊ ഈ ഒരു ലളിതമായ സമീപനത്തെ, ഗാന്ധി ഒരു തിയറി എഴുതിയിട്ടില്ല, ഈ ലളിതമായ ഒരു സമീപനത്തെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അതിൽ നിന്ന് നമ്മുടെ ബദലുകൾ അന്വേഷിക്കാനുമുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ്.
അത് വലിയ ബുദ്ധിമുട്ടല്ല എന്ന് പ്രചരിപ്പിക്കാൻ പറ്റുമെന്നും, ഒപ്പം തന്നെ ഇത് പറയുമ്പോൾ നിങ്ങൾ എന്തോ ചെറിയ കാര്യം പറയാൻ തോന്നിക്കാതിരിക്കാനോ അല്ലെങ്കിൽ അത് ന്യായീകരിക്കാനോ സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും മറ്റ് സാമൂഹിക ശാസ്ത്രത്തിന്റെയും ഒക്കെ സിദ്ധാന്തങ്ങൾ കൂടി ഇതിലേക്ക് വെക്കുമ്പോൾ ജനങ്ങൾക്ക് പൊതുവെ ഒരു തോന്നലുണ്ടാവും. ഇതിൽ അവസാനം ഒന്നുണ്ട്, ഏറ്റുവാങ്ങാൻ ഒരു ജനത്തിനെ തയ്യാറെടുക്കുക, മാനസികമായി തയ്യാറെടുപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് പഠിച്ചവരുടെ ബാധ്യതയാണ്. ആഗോളവൽക്കരണത്തെ കുറിച്ച് അല്ലാതെ മറ്റു പല രംഗത്തും സാറ് ശ്രദ്ധേയമായ സംഭവങ്ങൾ നൽകിയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ, കവിത എന്നിങ്ങനെ പോകുന്നത്, അതേക്കുറിച്ചാണ് പറയാമോ? അതായിരുന്നു ഇതിൽ രസം. സാധാരണ നമ്മൾ ഇവിടെ മാത്രം കാണുന്ന ഒരു പ്രത്യേകത അതാണ്. നമ്മളിപ്പോൾ ഞാൻ ഇക്കണോമിക്സ് കാണിച്ചാൽ ഞാൻ ഭൂമിയിൽ മറ്റൊന്നും കുറിച്ച് അറിയില്ല എനിക്ക് എന്ന് പറയും. എന്നാൽ ഇത് വൃത്തിയായിട്ട് അറിയോ? അതൊട്ട് അറിയില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, മനുഷ്യന്റെ ശരീരം മാതിരിയാണ്, കാലും കൈയും കണ്ണും തനിയൊക്കെ ഉള്ള ഒരു സമഗ്രമായ ജൈവസത്യമാണത്. അപ്പൊ ഈ ഓർഗാനിക് എൻറ്റിറ്റി എന്ന് പറയുന്ന ഈ സാധനം പോലെ തന്നെയാണ് അറിവ്. അതിന് ഇക്കണോമിക്സ് മാത്രമല്ല, പൊളിറ്റിക്സ് ഉണ്ടാവും, ചരിത്രം അറിയണം, നിങ്ങൾക്ക് കവിത അറിയണം, നോവൽ അറിയണം. ഈ നോവലൊക്കെ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ചരിത്രമാണ് ഒരു അർത്ഥത്തിൽ. അപ്പൊ എനിക്ക് കവിത ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീൽഡാ. അത് ഞാൻ ആരംഭിച്ച സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷ് കവിതകൾ പഠിച്ചുകൊണ്ടും എഴുതാൻ ആരംഭിച്ച ഇംഗ്ലീഷ് കവിത എഴുതിക്കൊണ്ടുവന്നു. പിന്നെ അത് അത്ര ശരിയല്ലാന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. കാരണം അതല്ല എനിക്ക് പറയാനുള്ളത്, എന്റെ ഭാഷയിൽ തന്നെ പറയാം, ഇംഗ്ലീഷും നമ്മൾ ഒരുപോലെ ഡെവലപ്പ് ചെയ്ത് എടുത്തു. അങ്ങനെ കവിത എഴുതിക്കാമോ, ഉളപ്പമുള്ള കവിതകളെ കുറിച്ച് എഴുതി, പിന്നെ കവിതകൾക്ക് ആമുഖം എഴുതി, മലയാളം കവിതകൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു, നോവലുകൾ തർജ്ജമ ചെയ്തു. അതങ്ങനെ ഒരു ഭാഗം അങ്ങനെ പോയി കിട്ടി. നമ്മുടെ പല സാമ്പത്തിക വിദഗ്ധരും പറയാറുണ്ട് സാമ്പത്തിക നയത്തിൽ മാറ്റം വേണം. ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക നയത്തിൽ പ്രശ്നങ്ങളുള്ളതാണ്. സാമ്പത്തിക നയത്തിൽ പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ലോകം മുഴുവൻ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അത് സ്വാധീനിച്ചിട്ട് നമ്മൾ പിന്നെ അതിനനുസരിച്ച് നിന്നു കൊടുക്കണം. പക്ഷെ വാസ്തവത്തിൽ എന്താ വെച്ചാൽ ലോകത്തിൽ പല സ്ഥലത്തും പല സന്ദർഭങ്ങളിൽ പല സാഹചര്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെയാണ് വലിയ രാജ്യങ്ങൾ മൊത്തം ലോകത്തിന്റെ മേലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിപ്പോ ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ടി വിയിലൊക്കെ കാണുന്ന ഈ പാചകക്കുറിപ്പ് കാണുന്ന പോലെയാണത്. വലിയ ടേബിൾ വെക്കുക, നല്ല സ്റ്റീൽ കത്തിയെടുക്കുക, മുറിക്കുക, കൈയോറയിടുക എന്നൊക്കെ. ഇതേ അല്ല നമ്മുടെ യാഥാർത്ഥ്യ സാഹചര്യം. ഇതല്ല. അതേമാതിരി അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ യൂറോപ്പിലോ നടക്കുന്ന ഒരു കാര്യത്തെ അതേ സാഹചര്യത്തിൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് നമുക്ക് കൊണ്ടുതരുന്നത് അതുകൊണ്ട് കാര്യമില്ല. ഈ സാമ്പത്തിക ബന്ധം, ഈ സാമ്പത്തിക നയം കുടുംബങ്ങളെയും ബാധിക്കുന്നുണ്ട്. ഇത് വളരെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യം. എന്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു, ഈ ഭക്ഷണത്തിലേക്കുള്ള ദൂരം എത്രയാണെന്ന്. അതായത് ഒരു പാത്രത്തിൽ ഭക്ഷണം വരുമ്പോൾ, ജർമ്മനിയിൽ ഒരു പാത്രത്തിൽ പിന്നെ സദ്യക്ക് ഭക്ഷണം വരുമ്പോൾ അതിൽ 15ഓളം ഫുഡ് കോർപ്പറേറ്റുകളും ഇൻവോൾവ് ആണ്. 30,000-ഓളം കിലോമീറ്റർ അതിലെ ചേരുവകൾ യാത്ര ചെയ്തിട്ടാണ് വരുന്നത് അത്രയും. അപ്പൊ അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അപ്പൊ നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങൾ അവിടുന്ന് പറിക്കുന്നു, നിങ്ങൾ ചെയ്യുന്നു, ചെയ്തിട്ട് ഈ അടുക്കളയെ ബേൺ യുവർ കിച്ചൻസ് എന്നാണ്. അത് നിങ്ങൾക്ക് അവിടുന്ന് പുറമേന്ന് കിട്ടില്ല, പിന്നെന്താ. പക്ഷെ ഏതൊരു വീട്ടിലാണോ അടുക്കളയുടെ സ്വാദുകളും ഇന്റിമസികളും നഷ്ടപ്പെടുന്നത്, അവിടെ മനുഷ്യർ തമ്മിൽ സ്വകാര്യമായ സംസാരങ്ങളില്ല. പൊതു സംസാരങ്ങൾ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ഒരു കാര്യമാണ്. അതിൽ നമ്മൾ സത്യം പറയുന്നില്ല. അതേമാതിരി ഭക്ഷണത്തിലും ഒരു പൊതുരുചിയേ ഉള്ളൂ. അപ്പൊ വെവ്വേറെ രുചികള്, രസനകള്, അതിന്റെ അനുഭവങ്ങള്, അത് കൈമാറലുകള്, ഇതൊക്കെ കുറെയൊക്കെ നമ്മുടെ കുടുംബജീവിതം നഷ്ടപ്പെടും. ഇത് നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയ ഗ്ലോബൽ അജണ്ട ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഒരു കാലം വന്നേക്കാൻ ചിലപ്പോ കിട്ടുന്ന വീട്ടിൽ അടുക്കളയ്ക്ക് സ്ഥാനം ഉണ്ടാവുകയില്ല. ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾക്ക് പുറത്ത് കിട്ടും. ഇപ്പൊ തന്നെ നമ്മൾ പാക്കറ്റ് പിടിച്ചുകൊണ്ടിരുന്ന കുറെയൊക്കെ തുടങ്ങി കഴിഞ്ഞു. ഒട്ടും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ സേവ് യുവർ കിച്ചൺസ്, സേവ് യുവർ ടേസ്റ്റ്, സേവ് യുവർ പ്രൈവറ്റ് ടോക്സ്. ഇത് നഷ്ടപ്പെടുന്ന കുടുംബത്തിന്റെ വളരെ ഭീകരമായ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നു. ജങ്ക് ഫുഡുകൾ, അതിനെക്കുറിച്ചൊക്കെ അമേരിക്കയിൽ തന്നെ ഇത് റിവൈവ് ചെയ്ത് തിരിച്ചടുക്കളയിലേക്ക് പോകുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമ്മളതൊന്ന് ഓടി പിന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ നമ്മൾ പറയുന്ന മക്ഡൊണാൾഡ്സിനെ കടന്നു വരാൻ സമ്മതിക്കാത്ത സിറ്റികൾ അവിടെയുണ്ട്. വോൾമാർട്ടുകൾ കയറ്റാത്ത സിറ്റികൾ അമേരിക്കയിലുണ്ട്. അത് നമ്മൾ വിളിച്ച് കയറ്റുകയും ചെയ്യും. ഏകദാനമായ ഒരു ഭക്ഷണക്രമം, ഏകദാന ഭാഷ. അപ്പൊ ഞാൻ കോഴിക്കോട്ടുകാരനാണ്. ഞാൻ പറയുമ്പോൾ എങ്ങനെ പറഞ്ഞാലും കോഴിക്കോട് ഭാഷ വരും. പാലക്കാട്ടുകാർക്ക് അവർ നല്ല ഭാഷയുണ്ട്. അത് വേണം നമുക്ക്. ഞാൻ പറഞ്ഞ ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ മനുഷ്യർക്ക് ഏകമായിട്ട് യൂണിറ്റിയോടുകൂടി കഴിഞ്ഞുകൂടാനും പറ്റും. കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ ഒരുപാട് വർദ്ധിക്കുന്നുണ്ട്. അതും ജീവിത സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ്. ഇപ്പൊ കേരളം പഠിച്ചിട്ടില്ലേ? എല്ലാവരും പഠിച്ച സ്ഥലമല്ലേ അവിടെ. എന്താ കുഴപ്പം? പോലീസ് ഫോഴ്സുകളുണ്ട്, അറിവ് കൂടുതൽ. ആധ്യാത്മിക പ്രഭാഷണങ്ങളാണെങ്കിൽ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ ഏറ്റവും അധികം നല്ല കച്ചവടം. ക്രൈമിന്റെ റേറ്റിംഗിൽ ഹൈലുമാണ്. ഇന്ത്യയിൽ ഏറ്റവും ക്രൈം നടക്കുന്ന സ്ഥലം, ഇന്ത്യയിൽ ഏറ്റവും ആത്മഹത്യ നടക്കുക. അതായത് ഇപ്പൊ UP ഇന്ത്യയിലെ കേരളത്തിന്റെ 3 ഇരട്ടി വലിപ്പുണ്ട്. UPയിലെ 3 ഇരട്ടി ആത്മഹത്യ ഇവിടെ നടക്കുന്നുണ്ട്. 6 മാസത്തിനകം
2000 ഡൈവോഴ്സ് പെറ്റീഷൻ പാലക്കാട്ട് പിന്നെ കോടതിയിൽ ഉണ്ടെന്ന് പറയുന്നത്. ഞാൻ ഈ പാലക്കാട് ഇങ്ങനെ മാറുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. സാമ്പത്തികം, കവിത എന്നിങ്ങനെയുള്ള മേഖലകൾക്ക് പുറമെ പത്രപ്രവർത്തന രംഗത്തുകൂടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് താങ്കൾ. ആ മാറ്റം, ആ അനുഭവം ഒന്ന് പറയാം. സാധാരണ പറയാറ് പതിവ് ഈ എക്സിക്യൂട്ടീവിന്റെ പണിയെടുത്തിട്ട് ആള് അധ്യാപകനാവുക എന്നാ പറയാം. എന്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഒന്ന പോലെ ഒരു തരത്തിച്ചിട്ടുണ്ടായിട്ടുണ്ട്. അധ്യാപകനായിട്ട് ഇങ്ങനെ ഇതിലേക്ക് വരികയുണ്ടായത്. മാതൃഭൂമി ആയിട്ടുള്ള എന്റെ ബന്ധം ഒരുപാട് കാലത്തെ ബന്ധമാണ്. മാതൃഭൂമിയുടെ സാരഥികളായിട്ടുള്ള ബന്ധവുമാണ്. പ്രത്യേകിച്ച് ശ്രീ വീരേന്ദ്രകുമാർ എന്ന് പറയുന്ന വളരെ ഞാൻ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹമായിട്ടുള്ള ബന്ധമുണ്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഒരു സ്ഥിരക്കാരനായിട്ട് തൽക്കാലത്തേക്കെങ്കിലും ഇപ്പൊ ഞാൻ ഇതിൽ പണിയെടുക്കുന്നത് അതുകൊണ്ടാണ്. എനിക്ക് ഇതും മറ്റേതുമായിട്ട് ഒരു വ്യത്യാസം തോന്നിയിട്ടേ ഇല്ല. പിന്നെ പത്രപ്രവർത്തനം, ഞാനൊരു 35 കൊല്ലമൊക്കെ ആയിട്ട് പത്രത്തിൽ സ്ഥിരമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതുന്ന ആളാണ്. ഇവിടുത്തെ അല്ലാത്ത മറ്റ് പല പത്രങ്ങളുടെയും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ കയറി ചെല്ലുമ്പോൾ ഞാനിതാ ഏതോ ഒരു പുതിയ സ്ഥലത്തേക്ക് എല്ലോ വരികയാണ് ടീച്ചർ, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മറ്റൊരു സ്ഥലത്തേക്ക് ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് കിടന്ന പോലെ ഒരു ഡ്രോ വലിച്ച് അടച്ച് മറ്റൊന്നിലേക്ക് കിടക്കുന്ന അത്ര എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു അപരിചിതത്വം ഉണ്ടായിട്ടില്ല. പിന്നെ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാതരം അറിവിന്റെയും മറ്റൊരു എക്സ്റ്റൻഷൻ, ഒരു വ്യാപനമാണ്. ഇപ്പൊ മാറിയ ശൈലിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മാറിയ ശൈലി എഴുത്തിനെയും പ്രത്യേകിച്ച് പത്രപ്രവർത്തനത്തെയും സ്വാധീനിച്ചിട്ടുണ്ട്. പത്രത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പത്രത്തിന്റെ മാറ്റം എന്ന് പറയുന്നത് വല്ലാത്തൊരു മാറ്റമാണ് സംഭവിച്ചത്. അതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വിഷ്വൽ മീഡിയയിലും മനസ്സിലാവാൻ കഴിയും. അങ്ങനെ വല്ലാതെ മത്സരം വരുമ്പോൾ അത് കുറെ ഷാബി ആവാനും സാധ്യത ചിലപ്പോഴൊക്കെ ഉണ്ട്. കാരണം പിന്നെ ന്യൂസ് പിടിക്കുന്നത്, ചിലപ്പം ന്യൂസ് ഉണ്ടാക്കുന്നത്, വാർത്തകൾ ഉണ്ടാക്കുന്നത്, ചിലപ്പോൾ മറ്റോ കൊടുക്കാൻ സാധ്യതയുണ്ടോ നോക്കിയിട്ട് ചിലപ്പോൾ ചില പത്രങ്ങൾ അതിനെ കണ്ടമാനം പൊലിപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ സംഭവം, സാധ്യത, സത്യം, ഇത് മൂന്നും തമ്മിൽ കുറച്ച് വ്യത്യാസം. സംഭവമുണ്ട്, അതിനൊരു സാധ്യത ഉണ്ടാക്കിയെടുക്കുന്നു, പക്ഷെ വാസ്തവം വേറെ എവിടെയോ കിടക്കുകയും ചെയ്യുന്നു. ഇനി സാറിന്റെ കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, എന്റെ ഭാര്യ ഒരു ഗവൺമെന്റ് സ്കൂൾ ടീച്ചറാണ്, പാലക്കാട്ടുകാരിയാണ്. അവരാണ് വീടൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടുനടക്കുക. പിന്നെ എന്റെ 2 മക്കളാണുള്ളത്. മൂത്ത മകള് പിന്നെ ബിടെക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇപ്പൊ ഒരു അമേരിക്കൻ കമ്പനിയിലെ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവള് ഭർത്താവ് ഒറാക്കിളിലാണ്, സീനിയർ പ്രോജക്ട് എഞ്ചിനീയറാണ്. 2 പേരും ബാംഗ്ലൂരിൽ ഇപ്പം അങ്ങനെ താമസിക്കുന്നു. ഒരു കൊല്ലമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, ഒരു കൊല്ലം ചെല്ലാനായി. പിന്നെ രണ്ടാമത്തെ ഒരു മകനാണ്. അവൻ എഞ്ചിനീയറിംഗ് ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞിട്ടിപ്പോൾ മദ്രാസിയിലെ ഒരു ഓട്ടോമൊബൈൽ കമ്പനിയിലെ ക്വാളിറ്റി അപ്രൈസറിലെ സീനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. 2 പേരും അവിടെയാണ്. അപ്പൊ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ. എന്തൊക്കെയാണ് സാറിന്റെ പുതിയ രചനകൾ? ഇപ്പൊ കുറച്ച് ആനുകാലികളിലേക്കാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് സ്ഥിരമായിട്ട് 3-4 കൈ കിടക്കുന്നുണ്ട്, ഒരു സ്വയം കിട്ടുന്നില്ല. അപ്പൊ ഇനിയിപ്പോ ഒരു പുസ്തകത്തിൽ ഒന്ന് കഴിഞ്ഞതാണ്. ഇനിയിപ്പോ ഒരു പുസ്തകം ഇങ്ങനെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട്. അതിപ്പോ തീമിപ്പോ ഞാൻ പറയുന്നില്ല. എന്തായാലും അതുണ്ട്. ഗുഡ് മോർണിംഗ് ACVയുമായി ഇത്രയും നേരം ആശയങ്ങളും അനുഭവങ്ങളും പങ്കുവെച്ച് വളരെയധികം നന്ദി. ഇങ്ങനൊരു പരിപാടിയിൽ എനിക്കൊരു അവസരം തന്നതിന് ACVക്ക് വളരെ നന്ദിയുണ്ട്. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.